ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ദേവി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ ആപന്നാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ദേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുദം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ദിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകം മംഗളാചരണം എന്ന് പറയും. ഗ്രന്ഥത്തിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗ്രന്ഥ അന്തരംഗം എന്നാണ്. ശ്രീമദ് ഭാഗവത് ആകുന്ന ഗ്രന്ഥത്തിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വസ്തുതയെ ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിലായിക്കൊണ്ട് വ്യക്തമാക്കുകയാണ്. അങ്ങനെയുള്ള ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ യദന്വയായിതരതശ്ചർത്തേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായകാദികവയേ മുഹ്യന്തി യസ്സൂരയാം തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര സർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അതായത് പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കണു. അപ്പോൾ ഭഗവതത്തിൽ ഗ്രന്ഥത്തിൽ പ്രതിപാദ്യം ബ്രഹ്മമാണ് എന്ന് പറയാം. പരമമായ സത്യം, ഈ ബാക്കി ഒക്കെ ആപേക്ഷിക സത്യമാണ്. അസ്യ ജന്മാദി, ഈ ജനിക്കുക, ജീവിക്കുക, മരിക്കുക മുതലായത് ഒക്കെ ശരീരതലത്തിൽ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് അവയൊക്കെ ആപേക്ഷിക സത്യങ്ങളാണ്. പാരമാർത്ഥികമായ സത്യം ഈ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയിലുള്ള ജീവനാണ്. അത് എങ്ങനെ അറിയാം? അന്വയ വ്യതിരേഖാഭ്യാം, അന്വയം കൊണ്ട്. ഏതുണ്ടെങ്കിൽ ഏതുണ്ടോ എന്നത് അന്വയത്തിൻ്റെതായ യുക്തി. വ്യതിരേക യുക്തി എന്ന് പറഞ്ഞാൽ ഏതില്ലെങ്കിൽ ഏതില്ലയോ, ഈ രീതിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സത്യത്തെ അറിയാനായിട്ട്, പാരമാർത്ഥിക സത്യമായിട്ടുള്ള ബ്രഹ്മത്തെ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ ബ്രഹ്മ അനുഭൂതി ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാനായിക്കൊണ്ട്, ആദിനാരായണമൂർത്തിയായിക്കൊണ്ട് തോന്നിപ്പിച്ചു എന്നാണ്. അനുഭവവേദ്യമായി ബ്രഹ്മാവിൽ. പക്ഷേ പലപ്പോഴും പണ്ഡിതന്മാരതിൽ മോഹിച്ചു പോണു എന്ന് പറഞ്ഞു. കാരണം ആ സൂക്ഷ്മമായിട്ടുള്ള ആ ബ്രഹ്മത്തെ അനുഭൂതി തലത്തിൽ കൊണ്ടുവരാൻ പലപ്പോഴും പണ്ഡിതന്മാർക്ക് പോലും സാധിക്കുന്നില്ല. മുഖ്യന്തിയ സൂരയ എന്നാണ്. അങ്ങനെ അവർ മോഹിച്ചു പോണു, ആ അറിവിലെ മോഹിച്ചു പോണു പലപ്പോഴും, അല്ലെങ്കിൽ ഈ മായയിൽ മോഹിച്ചു പോണു. അതുകൊണ്ട് അവർക്ക് അനുഭൂതി ഉണ്ടാവാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ അനുഭവതലത്തിൽ ബ്രഹ്മം ഒരു രീതിയാണ്, അറിവിൻ്റെ തലത്തിൽ ബ്രഹ്മം വേറൊരു രീതിയാണ് എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ബ്രഹ്മ അനുഭൂതിയെ പറ്റിയിട്ട് ഇവിടെ ഉദാഹരണം ആയിട്ട് പറഞ്ഞു. ഈ കാണപ്പെടുന്നതായിട്ടുള്ള ലോകം അത് വ്യത്യസ്തമാണ്. ഈ ബ്രഹ്മത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്നുണ്ടെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ച് ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെട്ടതുകൊണ്ട് അത് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു മുഖ്യന്തിയ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണ്. തേജസ്, അതായത് അഗ്നി അല്ലെങ്കിൽ ചൂട്. ഇവിടെ സൂര്യൻ്റെ പ്രകാശം, ഈ സൂര്യൻ്റെ പ്രകാശമാകുന്ന തേജസ്സും മണ്ണും
ആ സൂര്യൻ്റെ പ്രകാശം ഈ നല്ല വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് സൂര്യപ്രകാശം ഉണങ്ങിക്കിടക്കുന്ന പാടശേഖരങ്ങളിലൊക്കെ ആ മണ്ണിൽ തട്ടുമ്പോൾ അവിടെ നിന്നുള്ള ആവി പോകുന്നതായിട്ടുള്ള ഒരു തോന്നലുണ്ടാവും. മരുമരീചിക എന്ന് നമ്മൾ പറയും. അത് സത്യമല്ല, പക്ഷേ എങ്കിലും അങ്ങനെയുള്ളൊരു പ്രതീതി നമുക്ക് തോന്നണം. ഇതുപോലെയാണ് ബ്രഹ്മത്തിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ഈ ലോകം ഒരു പ്രതീതിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. സത്യമായിട്ട് അറിയുന്നില്ല, ആ ബ്രഹ്മത്തെ അറിയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെയുള്ളതായിട്ടുള്ള ജന്മാദ്യസ്യതോന്വയ ഇതരദശ്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട്, അങ്ങനെയുള്ള ഈ അഭിജ്ഞൻ, ഈ അറിയുന്നവൻ, അദ്ദേഹം സ്വതന്ത്രനാണ്. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നമ്മുടെ തലത്തിൽ പറഞ്ഞാൽ, സാധാരണക്കാലത്തിൻ്റെ തലത്തിൽ പറഞ്ഞാൽ, ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരം എനിക്ക് വിശക്കുന്നു, എനിക്ക് തലവേദനിക്കണു മുതലായ കാര്യങ്ങളൊക്കെ അറിയുന്ന ആ വ്യക്തി ഈ ശരീരത്തിൽ നിന്ന് വേറെയാണ്. അദ്ദേഹം സ്വതന്ത്രനാണ്. ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തിത്വത്തിന് നിലനിൽപ്പുണ്ട് എന്ന വസ്തുത ഇവിടെ പറഞ്ഞു. തേജോവാരിമൃതാം യഥാവിനിമയോ എത്ര ത്രിസർഗോ മൃഷ ധാംന സ്വേന സദാ നിരസ്തകുഹകം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സത്യസ്വരൂപിയായ ഈശ്വരൻ അല്ലെങ്കിൽ ജീവാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം ഓരോ വ്യക്തിയിലും കുഹരം, ഈ ഹൃദയഗുഹയിലായിക്കൊണ്ട്, ഹൃദയത്തിലായിക്കൊണ്ട് വിളങ്ങുന്നു, ഹൃദയത്തിലായിക്കൊണ്ട് പ്രവർത്തിക്കണം. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സത്യത്തെയാണ്, ആ ബ്രഹ്മത്തെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത്. ഇപ്പോൾ ഭാഗവതം ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ആ പാരമാർത്ഥിക സത്യമായ ബ്രഹ്മത്തിൻ്റെ അനുഭൂതി എങ്ങനെ നേടാം എന്ന വസ്തുതയാണ്. ഇത് തന്നെയാണ് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ആദ്യത്തെ ശ്ലോകത്തിലും ഇല്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്രം നിത്യമുക്രം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അവിടെ സാന്ദ്രാനന്ദാവബോധം, കട്ടിയായിട്ടുള്ള ആനന്ദത്തിൻ്റെ അവബോധം, സച്ചിദാനന്ദക്കട്ട എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ നിർഗുണം സ്വരൂപമായിട്ടുള്ള ആ അവബോധം, അത് സ്വരൂപമായിക്കൊണ്ട് രൂപമെടുത്തുകൊണ്ട് ഗുരുവായൂരായിട്ട് ശ്രീ ഗുരുവായൂരപ്പനായിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യനായിട്ട് തീരണു. അത് ജനങ്ങളുടെ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഭാഗ്യമെന്നേ പറയാനുള്ളൂ. കാരണം അവിടെ ഭട്ടതിരിപ്പാട് ആ നിർഗുണമായ ബ്രഹ്മത്തെ സഗുണമായിക്കൊണ്ട് അനുഭവിക്കാം ഗുരുവായൂരിൽ വെച്ച് എന്ന് വ്യക്തമാക്കുന്നു. പിന്നീട് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ ശ്ലോകം അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. അതായത് ധർമ്മപ്രോജ്ജിതകൈതപുത്രപരമോ നിർമ്മത്സരാണം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയുന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുവിത്തക്ഷണാത്. ഇവിടെയാണ് ധർമ്മം, ഏറ്റവും ഉയർന്നതായിട്ടുള്ള പ്രോജ്ജിത ധർമ്മം, ഏറ്റവും ഉയർന്നതായിട്ടുള്ള ധർമ്മത്തെ അകൈതവമായിട്ട് ഈ ഭാഗവതത്തിൽ അവതരിപ്പിക്കണു. ഇപ്പോൾ ഭാഗവത ആസ്വാദനം ഏതൊരു വ്യക്തിയെയും ധർമ്മമാർഗത്തിൽ എത്തിച്ചു ചേരും, ധർമ്മത്തെ പരിപാലിക്കുന്ന വ്യക്തിത്വമായിട്ട് തീരും. അങ്ങനെയാണ് ഈ ഭാഗവത സപ്താഹങ്ങളൊക്കെ ധാരാളം കേൾക്കുന്നവർക്ക് അവർക്ക് ഈ മാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാലക്രമേണ അവരിൽ ഈ ധർമ്മം എന്തെന്നില്ലാതെ വിളങ്ങും. ആ വ്യക്തിത്വത്തിൽ അയാൾ ധർമ്മവർത്തിയായിട്ട് തീരും. കാരണം ധർമ്മത്തിൽ കൂടെ മാത്രമേ സത്യത്തെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുള്ളൂ. സത്യസാക്ഷാത്കാരത്തിന് ധർമ്മം പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ശ്ലോകത്തിലായിക്കൊണ്ട് എന്ത് ചതുഷ്ടയം എന്ന് പറയും, അനുബന്ധ ചതുഷ്ടയം. എന്ത്, ഏത്, എങ്ങനെ, എവിടെ, ഇങ്ങനെ 4 കാര്യങ്ങൾ പറയും. സദ്യോഹൃദ്യ അവരുദ്ധേത്ര കൃതിവി എന്നാണ്. ശുശ്രൂഷവി തക്ഷണ. ഈ കേൾക്കുന്ന മാത്രയിൽ തന്നെ, ഈ ഭാഗവതം കേൾക്കുന്ന മാത്രയിൽ തന്നെ ഈ ധർമ്മബോധമുണ്ടായിട്ട് തീരും. അതുകൊണ്ടാണ്
ഈ ശ്രവണം പ്രധാനമാണ് അല്ലേ. ശ്രവണം ഹി പരോധർമ്മോ എന്ന് നാരദ മഹർഷി പറയുകയുണ്ടായി. പരമമായ ധർമ്മം ഈ ശ്രവണമാണ്. ഈ ശ്രവണത്തിൽ കൂടെ തന്നെ ഈ പറഞ്ഞതായിട്ടുള്ള ധർമ്മബോധം ഒരു വ്യക്തിയിൽ അടിയുറച്ചു വരും. അങ്ങനെ അയാൾക്ക് സത്യസാക്ഷാത്കാരത്തിനുള്ള വഴി തെളിയും എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് താപത്രയോന്മൂലനം. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ താപത്രയോന്മൂലനം ശിവദം ഇത് മംഗളകരമാണ്, ശിവദം ഇത് മംഗളകരമാണ്. താപത്രയങ്ങളെ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം ഇങ്ങനെയുള്ളതായിട്ടുള്ള 3 വിഷമങ്ങളെയും ഇല്ലാതെ ആക്കി തീർക്കണോ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു. പിന്നീട് 3-ാമത്തെ ശ്ലോകത്തിലായിക്കൊണ്ട് നിഗമകൽപതരോർഗളിതം ബലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. അവിടെ വേദമാകുന്നതായിട്ടുള്ള കൽപ്പവൃക്ഷത്തിൽ നിന്ന് ശുഗബ്രഹ്മ മഹർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള അമൃത സ്വരൂപമായിട്ടുള്ള ഫലമാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. വേദമാകുന്ന കൽപ്പവൃക്ഷം എന്നൊക്കെ പറയാൻ കാരണം എന്തും സാധിക്കും. കൽപ്പവൃക്ഷത്തിൻ്റെ പ്രത്യേകത, ആ കൽപ്പവൃക്ഷത്തിന് ആ എല്ലാ ആഗ്രഹങ്ങളെയും എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കാനുള്ളതായിട്ടുള്ള കഴിവുണ്ട് എന്നാണ്. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതവും ആശ്രയിക്കുന്നവർക്ക് അവരുടെ ഏത് ആഗ്രഹത്തെയും പൂർത്തീകരിക്കാനുള്ളതായിട്ടുള്ള ശക്തി പ്രദാനം ചെയ്യണു, സൗകര്യം പ്രദാനം ചെയ്യണു എന്ന് പറഞ്ഞു. അത് അങ്ങനെയുള്ളതായിട്ടുള്ള ശ്രീമദ് ഭാഗവതം നിങ്ങൾ ഭക്തന്മാരെ ആസ്വദിക്കൂ. ആലയം ഏതുവരെ ആസ്വദിക്കൂ? നിങ്ങൾക്ക് ലയമുണ്ടാവുന്നത് വരെ. ഈ വ്യക്തിത്വം, ഞാൻ എന്നുള്ള അഹങ്കാരത്തോടു കൂടിയ വ്യക്തിത്വം ഈശ്വരാകാരമായി ഭഗവാനിൽ ലയിച്ചു നിൽക്കുന്നത് വരെ നിങ്ങളിത് ആസ്വദിക്കൂ. പിബധ എന്നാണ്, കുടിക്കൂ എന്ന് തന്നെയാണ്. കാരണം എളുപ്പമായിട്ടുള്ള പ്രക്രിയ ഈ കുടിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ് ഈ ശ്രീമദ് ഭാഗവതം. അത് നിങ്ങളിൽ ആ മഹത്തായ ആത്മാനുഭൂതിയെ ഉണ്ടാക്കി തീർക്കും എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഈ ചർച്ച നടന്നത് നൈമിഷാരണ്യത്തിൽ വെച്ചാണ് എന്ന് പറയാം. നൈമിഷാരണ്യത്തിൽ വെച്ച് നടന്നതായിട്ടുള്ള ഒരു സത്രം സഹസ്രസമമാസത 1000കണക്കിന് വർഷം നീണ്ടു നടന്ന ഒരു സത്സംഗത്തിൽ പല മഹർഷിമാരും സംബന്ധിച്ചിരുന്നു. അപ്പോൾ ആ സത്രങ്ങളിലൊക്കെ ഉള്ളത് പ്രത്യേകത, ആ മഹർഷിമാരിൽ പലരും അവരുടേതായ ചോദ്യങ്ങൾ ഉന്നയിക്കും. അതിനറിവുള്ള മഹർഷിമാർ മറുപടി പറയും. അങ്ങനെ സംവാദ രൂപത്തിലായിക്കൊണ്ടാണ്. അങ്ങനെയാണ് ഇവിടെ ആ സത്രത്തിൽ വെച്ച് ശൗനക മഹർഷി, ശൗനക ബഹുർജൻ എന്നാണ്, ഋഗ്വേദത്തിൽ പാണ്ഡിത്യമുള്ള ഋഗ്വേദ പണ്ഡിതനായിട്ടുള്ള ശൗനക മഹർഷി സൂത മഹർഷിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ പശ്ചാത്തലം നൈമിഷാരണ്യത്തിൽ ആരംഭിക്കുന്നത്. ചോദ്യങ്ങൾ ആയിട്ട് അവിടെ പറഞ്ഞത് ഏനാത്മാ സംപ്രസീതതി, എങ്ങനെ ആത്മപ്രസാദമുണ്ടാവും എന്നാണ് ശൗനക മഹർഷി ചോദിച്ച ഒരു ചോദ്യം. ആത്മപ്രസാദം എന്ന് പറയാൻ കാരണം സാധാരണ നിലയ്ക്ക് മനുഷ്യർ ജീവിച്ച് വരുമ്പോൾ നമ്മൾ ഈ ശരീരപ്രസാദത്തിലാണ് താല്പര്യരായിട്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ ആഹാരം കിട്ടിയാൽ, ഉറക്കം വരുമ്പോൾ ഉറങ്ങാൻ പറ്റിയാൽ, ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റിയാൽ ഒക്കെ ഒരു സന്തോഷം നമ്മളിലുണ്ടാവും. അത് താൽക്കാലികമാണ്, കുറച്ച് നേരത്തേക്കുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ശരീരപ്രസാദത്തിലാണ് പൊതുവെ ആളുകൾക്ക് താല്പര്യം. പക്ഷേ ഇവിടെ ചോദിച്ചതല്ല, എങ്ങനെ ആത്മപ്രസാദമുണ്ടാവും എന്ന് ചോദിച്ചു. അപ്പം അതിന് ആ ചോദ്യത്തിന് മറുപടിയും തന്നെ 2-ാമത്തെ അധ്യായത്തിലായിട്ട് പറഞ്ഞു. സവൈ പുംസാം പരോധർമ്മോ യഥോഭക്തിരധോക്ഷജേ അഹൈതുക്യ അപ്രതിഹത യയാത്മാ സംപ്രസീതതി എന്നാണ് 2-ാമത്തെ അധ്യായത്തിലായിക്കൊണ്ട് ശൗനക മഹർഷി പറഞ്ഞു, എപ്പോൾ ഒരു വ്യക്തിക്ക് ഭഗവാനിൽ അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയിൽ തന്നെ ഇരുന്ന് ആ ഇന്ദ്രിയങ്ങളിൽ കൂടിയൊക്കെ അനുഭവങ്ങളെ അനുഭവിക്കുന്നതായിട്ടുള്ള വ്യക്തി എന്നാണ് അർത്ഥം. അത്രയൊന്നും സൂക്ഷ്മമായിട്ട് പോയില്ലെങ്കിലും ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ കാലക്രമേണ അത് ആത്മപ്രസാദത്തിലേക്ക് എത്തും. എങ്ങനെയുള്ള ഭക്തി എന്ന് പറഞ്ഞു? അഹേതുക അപ്രതിഹത എന്നാണ്. അഹേതുക ഭക്തി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു താല്പര്യമില്ലാതെ എന്തെങ്കിലും ആഗ്രഹം നേടാൻ വേണ്ടി ഉള്ളതായിട്ടുള്ള ഭക്തിയല്ല. ഇല്ലേ, പലപ്പോഴും നമ്മൾ ഭഗവാനെ ഭജിക്കുന്നില്ല, ആഗ്രഹങ്ങളെയാണ് ഭജിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത് എടുത്തു പറഞ്ഞത്.
ഉദാഹരണത്തിന് എറണാകുളത്തപ്പൻ്റെ ഇവിടെ വന്ന് തൊഴുന്നു. അങ്ങനെ തൊഴാൻ വരുന്ന അനവധി ഭക്തന്മാരുണ്ട്. അതിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ 28 വയസ്സായ ആ മകളുടെ വിവാഹം കഴിയുന്നില്ല. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ മകളുടെ അമ്മയും അച്ഛനും എറണാകുളത്തപ്പൻ്റെ അവിടെ വന്ന് തൊഴാനായിട്ട് വന്നു. അങ്ങനെ തൊഴുന്ന സമയത്ത് അവരുടെ ആഗ്രഹം എറണാകുളത്തപ്പനോട് അവർ പറയുകയാണ്, എൻ്റെ മകളുടെ വിവാഹം കഴിയണേ എന്ന്. അപ്പോൾ എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൊഴുമ്പോൾ മകളുടെ വിവാഹം നടക്കണേ എന്ന് പറയുന്ന സമയത്ത് ആരുടെ രൂപമാണ് മനസ്സിൽ വരിക? സ്വന്തം മകളുടെ രൂപമാണ് വരിക, ഇല്ലേ? അപ്പോൾ എറണാകുളത്തപ്പൻ്റെ മഹത്തായ സാന്നിധ്യമുള്ള ആ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും, കണ്ണടച്ച് നിന്നാൽ പോലും എറണാകുളത്തപ്പനല്ല മനസ്സിൽ വരുന്നത്, മകളാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ അവരവിടെ സത്യത്തിൽ എറണാകുളത്തപ്പനെയല്ല ഭജിച്ചത്, തൻ്റെ ആഗ്രഹത്തെയാണ് ഭജിച്ചത്. അതുകൊണ്ടാണ് ആഗ്രഹങ്ങളെ ഭജിക്കുന്നു പൊതുവെ ഭക്തന്മാരെ പലപ്പോഴും. എന്നിട്ട് പറയും ഭഗവാനെ അറിഞ്ഞില്ല എന്ന്. ആഗ്രഹങ്ങൾ ഭജിച്ചാൽ ആഗ്രഹങ്ങൾ നടക്കും, പക്ഷേ അത് ഭഗവാനിലേക്ക് എത്തിക്കില്ല. ഒരാഗ്രഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ഒരാഗ്രഹത്തിന് വേണ്ടി ഭജിച്ചു അതായാൽ പിന്നെ കുറച്ച് കാലത്തിന് ഭജനമില്ല, അല്ലേ? പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ എന്ന് നമുക്ക് പറയാറുണ്ട്. അതുപോലെ അപ്പോൾ അവിടെ മുറിവ് വരും. ഈ ആഗ്രഹങ്ങളോട് ഭജിക്കുന്ന ഭക്തന്മാർക്ക് ഭക്തിയിൽ മുറിവ് വരും, ഭജനത്തിൽ മുറിവ് വരും, അപ്രതിഹതം എന്ന് പറയും. അതുകൊണ്ട് മുറിവില്ലാത്ത തുടർച്ചയായിട്ടുള്ള ഭക്തി, ആഗ്രഹമില്ലാത്ത ഭക്തി ആർക്ക് ഭഗവാനിലുണ്ടോ ആ വ്യക്തി കാലക്രമേണ എവിടെ എത്തും? ആ ഭഗവാൻ തൻ്റെ ജീവൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്, തൻ്റെ ആത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിന് ആത്മപ്രസാദമായി, ഇല്ലേ? ജീവോ ബ്രഹ്മൈവനാപര എന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ഈ വ്യക്തിയിലുള്ള നമ്മൾ ഓരോരുത്തരിലുമുള്ളതായിട്ടുള്ള ജീവസത്തയും അതുപോലെ തന്നെ ആ ബ്രഹ്മവും ആ ഈശ്വരനും രണ്ടല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ തന്നിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള ആ ഈശ്വരൻ്റെ അനുഭൂതി എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കണോ ആത്മപ്രസാദമായി എന്നാണ്. പിന്നീട് ചോദ്യം ചോദിച്ചു, ഭഗവാന്റേതായിട്ടുള്ള പവിത്രപരമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാക്കുന്നതായിട്ടുള്ള, മനുഷ്യലോകത്തിന് ശ്രേയസ് ഉണ്ടാക്കുന്നതായിട്ടുള്ള പവിത്രമായിട്ടുള്ള വസ്തുത എന്താണ്? അത് പറഞ്ഞു, അത് ഭഗവാന്റെ ചരിത്രം തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവത് ലീലകളെ പറ്റി പറഞ്ഞു തരൂ. ശ്രീകൃഷ്ണൻ്റെ ലീലകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഭഗവത് ലീലകളുടെ പ്രാധാന്യം എന്താണ്? ആ ഭഗവത് ലീലകൾ കേൾക്കുമ്പോൾ ആ വ്യക്തിയിൽ എന്തെന്നില്ലാത്തതായിട്ടുള്ള ശുഭാപ്തി വിശ്വാസമുണ്ടാകും, ഇല്ലേ? നമ്മൾ ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് നമ്മളിൽ എന്തെന്നില്ലാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് ജീവിതത്തിൽ നടക്കും എന്നുള്ളതായിട്ടുള്ള ഒരു ഉറപ്പുണ്ടാവും. അങ്ങനെ ഒരു ഉറപ്പുണ്ടാവുമ്പോൾ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കും, ഇല്ലേ? ആധുനികമായിട്ട് അങ്ങനെയാണല്ലോ പറയുന്നത്, യു നീഡ് ടു ബി പോസിറ്റീവ് ടു സക്സീഡ് ഇൻ ലൈഫ് എന്നൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഈ പോസിറ്റിവിറ്റിയാണ് ഭഗവത് ഭജനം. അപ്പോൾ അതുകൊണ്ട് ആരാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ, ലീലകൾ കേൾക്കുന്നത്, അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്തതായിട്ടുള്ള ധൈര്യം, ആത്മധൈര്യം ഉണ്ടായിട്ട് തീരും. അങ്ങനെ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിജയകരമായിട്ട് തീരും. എപ്പോഴും അങ്ങനെയാണ്. വേണ്ടതുപോലെയാവും, ഭംഗിയാവും, വിജയമാവും, സന്തോഷമുണ്ടാവും, ആനന്ദമുണ്ടാവും. ഇങ്ങനെയൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ആ രീതിക്ക് തന്നെ വരും. അല്ല അപകടമാവും, കുഴപ്പമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്കണ്ഠയോടുകൂടി ആങ്സൈറ്റി, ന്യൂറോസിസ് എന്നൊക്കെ പറയും. അതോടൊക്കെ ജീവിക്കുന്നവർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാൻ ഈ ശ്രീമദ് ഭാഗവതത്തിന് സാധിക്കും. ഭഗവാന്റെ കഥകൾക്ക് അതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. അപ്പം അത് കേൾക്കുന്ന സമയത്ത് ഈ പറഞ്ഞതായിട്ടുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൽ കാലക്രമേണ വലുതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഞാൻ ബോംബെയിലൊക്കെ ധാരാളം പേർക്ക് ക്ലാസ് എടുക്കുന്നതാണ്, 10-15 കൊല്ലമായിട്ടൊക്കെ പല ആളുകളും. അപ്പോൾ അതിലൊക്കെ ആളുകൾക്കൊക്കെ വളരെ വ്യത്യാസമുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ ജീവിതാനുഭവങ്ങളിൽ. എന്തുകൊണ്ട് ഇല്ലേ? അവരെയാണ് ഈ ശങ്കരാചാര്യർ പറഞ്ഞതായിട്ടുള്ള വസ്തുത, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ്. ഈ കാണപ്പെടുന്ന ലോകവും ഇതിലെ അനുഭവങ്ങളും ഉള്ളതുപോലെയുള്ളൊരു തോന്നലാണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണോ തോന്നിപ്പിക്കേണ്ടത് അതുപോലെ ഇതിനെ തോന്നിപ്പിക്കാൻ പറ്റും. കാരണം അത് ഉള്ളതല്ല, ഇല്ലേ? ആകാശത്തിലുള്ളതായിട്ടുള്ള മേഘങ്ങൾ, ആകാശത്തിൽ ആ വെളുത്ത മേഘങ്ങൾ അടിഞ്ഞുകൂടി നിൽക്കുന്ന സമയത്ത് ആ വെളുത്ത മേഘങ്ങളിലേക്ക് നോക്കി നമ്മളൊന്ന്
ഒരു രൂപത്തെ ചിന്തിച്ചാൽ അതിലിതാ ഗണപതിയെ കാണാൻ പറ്റണു എന്ന് പറഞ്ഞാൽ ആ മേഘങ്ങളിൽ ഗണപതിയുടെ രൂപത്തെ കാണാനായിട്ട് സാധിക്കും. അല്ല അതിൽ ഗുരുവായൂരപ്പനെ കാണാൻ അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ, ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഉണ്ണിക്കണ്ണൻ്റെ രൂപം, മഹാദേവൻ്റെ രൂപം, അങ്ങനെ നമ്മൾ നോക്കുന്ന രീതിക്കനുസരിച്ച് ആ മേഘങ്ങളിൽ നമ്മുടെ മനസ്സിലെ രൂപത്തെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെയാണ് ഈ ലോകത്തിൽ നമ്മുടെ മനസ്സ് ഏത് രീതിയിൽ ഈ ജീവിതത്തെ കാണണോ ആ രീതിയിൽ അത് വന്ന് ഭവിക്കണം. കാരണം ഇത് സത്യമല്ല, മിഥ്യയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിന് ഈ ഭഗവത് ലീലകൾക്ക്, ശ്രീകൃഷ്ണ കഥകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവ നമുക്ക് ഒരു വിജയത്തിൻ്റെ, എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിൻ്റെ, അമൃത അനുഭൂതിയുടേതായിട്ടുള്ള ഒരു ചിത്രം വരച്ചു കൊണ്ടുപോകണം, നമ്മളെ ആ തലത്തിലേക്കായിട്ട് എത്തിക്കണം എന്ന വസ്തുതയാണ്. അപ്പോൾ ഭഗവാന്റെ ലീലകൾ വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. പിന്നെ ധർമ്മക്കം ശരണം ഗത, ഈ ധർമ്മം ആരെ ആശ്രയിച്ച് നിൽക്കണു കലികാലത്ത്, പ്രത്യേകിച്ച് കലികാലത്തിന് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലത്തൊക്കെ ഭഗവാനെ ആശ്രയിച്ചായിരുന്നു ധർമ്മം നിന്നത്. സത്പ്രവർത്തികളൊക്കെ ധാരാളം ആളുകൾ ചെയ്തിരുന്നു. കാരണം ആ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അതറിഞ്ഞാൽ അനുഗ്രഹിക്കും എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ കാലത്ത് പല ആളുകളും സത്കർമ്മങ്ങൾ ചെയ്തിരുന്നു. ഭഗവാൻ അറിയുമല്ലോ, അനുഗ്രഹം കിട്ടുമല്ലോ എന്ന് ധർമ്മം പരിപാലിച്ചിരുന്നു ഭഗവാന്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഭഗവാനില്ലാതെ ശരീരം ഉപേക്ഷിച്ചു പോയാൽ ധർമ്മം ആരെ ആശ്രയിച്ച് നിൽക്കും എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിക്കൊണ്ടാണ് 3-ാമത്തെ അധ്യായം മുതൽ. അപ്പോൾ അവിടെ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ കുറേ അവതാരങ്ങളെ പറ്റി പറഞ്ഞു. അവതാരം എന്നുള്ള വാക്കിന് അർത്ഥം അവതഹ എന്ന് സംസ്കൃതത്തിൽ പറയുന്ന സമയത്ത് കീഴടക്കിയവൻ എന്നാണ്. വിജയിച്ചവൻ, കീഴടക്കിയവൻ, തൻ്റേതായിട്ടുള്ള പ്രകൃതിയെ, തൻ്റേതായിട്ടുള്ള തളർത്തുന്നതായിട്ടുള്ള ആലോചനകളെ അതിജീവിച്ചവൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രക്ഷിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്, പ്രകടമായവൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ആ ഈശ്വരശക്തി, ഒരു ഈശ്വരശക്തി പലതായിട്ട് പ്രകടമാകുന്നതാണ് ഈ അവതാരം. ഓരോ സന്ദർഭങ്ങളിൽ ഓരോ പ്രത്യേക രൂപം എടുത്തു വന്ന് ഭഗവാൻ ആ പ്രവർത്തികളെ ചെയ്യണു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 3-ാമത്തെ അധ്യായത്തിൽ 24ഓളം അവതാരങ്ങളെ സ്മരിക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ പറയുക ദശാവതാരങ്ങളെ എന്നാണ്. ദശാവതാരങ്ങളും ഉണ്ട്. അതിന് പുറമെ ഈ പറഞ്ഞതായിട്ടുള്ള അംശാവതാരങ്ങളൊക്കെ ചേർത്ത് 24 അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സനകാദികൾ, സനകാദി ബ്രഹ്മചര്യമഖണ്ഡിതം, സനകാദി മഹർഷീശ്വരന്മാരുടേതായിട്ടുള്ളത് ആ ജന്മവും ശ്രീകൃഷ്ണ മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരമായിട്ടാണ്. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ വളരെ ദുശ്ചരം, കൊണ്ടു നടക്കാൻ വിഷമമാണ് എന്ന് കരുതുന്നതായ ബ്രഹ്മചര്യവ്രതം എങ്ങനെ അനുഷ്ഠിക്കാം എന്ന് ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കാനായിക്കൊണ്ടാണ് സനകാദികളുടേതായിട്ടുള്ള അവതാരം ആയിട്ട് പറഞ്ഞത്. പിന്നെ നൃസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചത് നമുക്കറിയാം. ഹിരണ്യകശിപുവിനെ വധിച്ചു പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് നൃസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചതറിയാം. വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു, ഹിരണ്യാക്ഷനെ വധിച്ചു, ഭൂമിയെ പരിപാലിച്ചു. അങ്ങനെ ഭഗവാന്റെ ഈ അവതാരങ്ങൾ അവതാരാഹി അസംഖ്യേയ എന്നാണ്. അനവധി അവതാരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 24 മാത്രമല്ല, പല രീതിയിൽ ഭഗവാൻ അവതരിക്കുന്നുണ്ട് അല്ലേ. ദ്രൗപദീ ദേവി ഭഗവാനെ വിളിച്ച് കരഞ്ഞപ്പോൾ, കൗരവസഭയിൽ വെച്ച് ഭഗവാനെ വിളിച്ച് കരഞ്ഞ സമയത്ത് ഭഗവാൻ അവിടെ ദ്രൗപദീ ദേവിയെ രക്ഷിക്കാനായിക്കൊണ്ട് സാരി ആയിട്ട് വന്നു, വസ്ത്രമായിട്ട് വന്നു. വസ്ത്രാവതാരം ഭഗവാന്റെ എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിച്ചാൽ ഈ ഭഗവാന്റേതായ സ്പർശം കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും പല വിധത്തിലുള്ള ആലോചനകൾ, സങ്കല്പങ്ങളായിട്ട് വരുന്നത് ഭഗവാൻ തന്നെയാണ്. ഇതായി എറണാകുളത്തപ്പൻ്റെ സംഘാടകർക്ക്, എറണാകുളത്തപ്പൻ്റെ സമിതിയിലെ സംഘാടകർക്ക് അവരുടെ മനസ്സിൽ ഭഗവാനാണ് തോന്നിക്കുന്നത്. 32 ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കർക്കിടക മാസത്തിലെ രാമായണ മഹാമഹം, ഭാവയാമി രഘുരാമം, അത് ചെയ്യണം എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ആരാ? ആ എറണാകുളത്തപ്പനാണ്. അപ്പോൾ എറണാകുളത്തപ്പൻ അല്ലെങ്കിൽ ആ ഈശ്വരൻ പലപ്പോഴും നമ്മളിൽ സങ്കല്പമായിട്ട് വരണു. പല ആലോചനകൾ, സദ്പരമായ ശ്രേഷ്ഠമായ ആലോചനകളൊക്കെ ആയിട്ട് വരുന്നത് ആ ഭഗവാന്റെ അവതാരം തന്നെയാണ്. അല്ലെങ്കിൽ എവിടുന്ന് ഈ ആലോചന നമുക്ക് സംഭവിച്ചു എന്ന് ചിന്തിച്ചാൽ അതാ ഭഗവാന്റെ സ്പർശമാണ്. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ശ്രേഷ്ഠമായ ആലോചനകളൊക്കെ ആ ഭഗവാന്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള, കുറഞ്ഞ രീതിയിലുള്ള അവതാരമായിട്ട്. കാരണം ഓരോ പ്രത്യേക പ്രവൃത്തി ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ അവതരിച്ചത് എന്ന് പറഞ്ഞു.
കൂർമ്മരൂമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു, മന്ദരപർവ്വതത്തെ ഉയർത്തി നിർത്തി. അപ്പം അതുകൊണ്ട് ഭഗവാന് ഈ അവതാരം ഒരു ഉപകരണം പോലെയാണ് എന്ന ഒരു ശക്തിവിശേഷമേ ഉള്ളൂ. അതിൽ നിന്ന് പല രീതിയിലുള്ള അവതാരം. ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യുച്ഛക്തി ഇല്ലേ, നമ്മുടെ വീട്ടിലുള്ളതായിട്ടുള്ള വിദ്യുച്ഛക്തി, ആ വിദ്യുച്ഛക്തി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നേ ഉള്ളൂ. പക്ഷേ അത് ബൾബിൽ കൂടെ പ്രകടമാകുമ്പോൾ വെളിച്ചമായിട്ട് വരണു, ഫാനിൽ കൂടെ പ്രകടമാകുമ്പോൾ കാറ്റായിട്ട് വരണു, ഫ്രിഡ്ജിൽ കൂടെ പ്രകടമാകുമ്പോൾ തണുപ്പായിട്ട് വരണു. പക്ഷേ ഈ തണുപ്പായിട്ടും കാറ്റായിട്ടും വെളിച്ചമായിട്ടുമൊക്കെ വരുന്നത് ഒരു ശക്തി തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഒരു ശക്തി ആണ് ഭഗവാൻ. പക്ഷേ അത് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ പ്രത്യേക രൂപമായിട്ട് പ്രത്യേക പ്രവൃത്തി ചെയ്യാനായിക്കൊണ്ട് വരുന്നു. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം പിന്നീട് 4-ാമത്തെ അധ്യായത്തിലായിക്കൊണ്ട് വ്യാസമഹർഷി ഈ ശ്രീമദ് ഭാഗവത രചന എങ്ങനെ ചെയ്തു എന്ന് പറയാം. അതായത് ബ്രഹ്മനദ്ധ്യാം സരസ്വത്യാം പശ്ചിമേ തടേ ശമ്യപ്രാസ ഇതി പ്രോക്ര. ശമ്യപ്രാസം എന്ന് പറഞ്ഞതായിട്ടുള്ള വ്യാസമഹർഷിയുടെ ആശ്രമത്തിൽ, അത് ബദരീനാഥിലുള്ളതാണ്. ബദരീനാഥ് സരസ്വതി നദിയുടെ തീരത്തായിക്കൊണ്ട് ഇപ്പോൾ ഇക്കാലഘട്ടത്തിലൊക്കെ വ്യാസഗുഹ എന്ന് പറഞ്ഞ് കാണും. അത് പൂർവ്വത്തിലെ വ്യാസമഹർഷിയുടേതായിട്ടുള്ള ആശ്രമമായിരുന്നു. ആ ആശ്രമത്തിൽ അദ്ദേഹം ഒരു ദിവസം സരസ്വതി നദിയിലൊക്കെ സ്നാനം ചെയ്ത് ധ്യാനനിമഗ്നനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി എന്നാണ്. അതായത് 5000 വർഷം മുമ്പ് ആ വ്യാസമഹർഷിയുടെ മനസ്സിൽ ഇനി വരാൻ പോകുന്ന 5000 വർഷത്തിന് ശേഷമുള്ള ആളുകളുടെ ഈ കാലികാലത്തിൻ്റെ ആളുകളെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. അവരുടെ രീതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നി, വിഷമം തോന്നി. കാരണം മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുതാഹ എന്നാണ്. വളരെ വേണ്ട രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കാത്തവർ, മന്ദന്മാരെ എന്ന് പറഞ്ഞു വെച്ചാൽ ബുദ്ധിയില്ലാത്തവരെന്നല്ല, ബുദ്ധി ഉണ്ടത് പക്ഷേ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ആളുകൾ, അതുകൊണ്ട് ഭാഗ്യമില്ലാത്ത ആളുകൾ, എപ്പോഴും ദുഃഖമുള്ള ആളുകൾ ഒക്കെ ആയിട്ട് കണ്ട സമയത്ത് മഹർഷിക്ക് എന്തെന്നില്ലാത്തതായിട്ടുള്ള താല്പര്യം തോന്നി. ഏതെങ്കിലും രീതിയിൽ ഈ ആളുകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, ഈ ആളുകൾക്ക് അവരുടെ ദുഃഖത്തെ ദൂരീകരിക്കാനുള്ള പ്രയത്നം. അതിനായിക്കൊണ്ട് അദ്ദേഹം വേദത്തിനെ ഒന്നായിട്ട് നിന്നിരുന്ന വേദത്തിനെ 4 പകുത്തു എന്നാണ്. അങ്ങനെയാണ് വ്യസിച്ചവൻ, വേദത്തെ വ്യസിക്കുക എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്യാം. അപ്പോൾ വേദത്തിനെ സംവിധാനം ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് വേദവ്യാസൻ എന്ന പേര് വന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, മധുർവേദം എന്നുള്ള നിലയ്ക്ക് 4 വേദങ്ങൾ. അതായത് അതാത് താല്പര്യമുള്ള ആളുകൾക്ക് അതാത് പഠിക്കാം എന്നുള്ള രീതി. ഋഗ്വേദത്തിൽ ജ്ഞാനത്തിൻ്റെതായ മാർഗത്തെ വിശദീകരിച്ചു. യജുർവേദത്തിൽ യാഗങ്ങൾ, അതായത് കർമ്മത്തിൻ്റെതായ താല്പര്യമുള്ള ആളുകൾക്കായിക്കൊണ്ട് ആ യാഗമാർഗങ്ങളെ അവിടെ വിസ്തരിച്ചു. അതുപോലെ തന്നെ സാമവേദത്തിൽ കലാപരമായിട്ട് സംഗീതം മുതലായതിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ആ വേദം പഠിക്കാനുള്ള സൗകര്യമായി. അഥർവണവേദത്തിൽ സ്ഥാപത്യവേദം, വാസ്തുശാസ്ത്രം, ആയുർവേദം മുതലായ ഭൗതിക മേഖലകളിൽ താല്പര്യമുള്ള ആളുകൾക്ക് അത് പഠിക്കാനായി. അപ്പോൾ അതായത് ഓരോ വ്യക്തിയുടെ അഭിരുചിക്കനുസരിച്ച് ഏതെങ്കിലും ഒരു വേദം, അഭിരുചിക്കനുസരിച്ച് വേദം ഏത് കാര്യവും ചെയ്യാൻ എളുപ്പമാണ്. അഭിരുചി ഇല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് വലിയ വിഷമം ഇല്ലേ. അപ്പം അതുകൊണ്ട് അഭിരുചിക്കനുസരിച്ച് പഠിക്കാനുള്ളൊരു മാർഗത്തെ വ്യാസമഹർഷി കണ്ടുപിടിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി അതൊക്കെ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചെങ്കിലും ഈ വേദമൊന്നും ഇനി 5000 വർഷത്തിന് ശേഷം ആളുകളിലേക്ക് താല്പര്യത്തോടുകൂടി എത്തിച്ചേരില്ല. അപ്പോൾ ആ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ തന്നെ അദ്ദേഹം മഹാഭാരത കഥയായിട്ട് മഹാഭാരതമായിക്കൊണ്ട് വ്യാഖ്യാനിച്ചു, മഹാഭാരതമായിട്ട് പറഞ്ഞു എന്നാണ്. മഹാഭാരതത്തിൽ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും കഥയാണ് എന്ന് പറയും. എങ്കിലും അടിസ്ഥാനമായിട്ടുള്ള വ്യാസമഹർഷിയുടെ തന്നെ കുടുംബചരിത്രമാണ്. വ്യാസമഹർഷിയുടെ പൗത്രന്മാരാണ്, പുത്രന്മാരുടെ പുത്രന്മാരാണ് കൗരവന്മാരും പാണ്ഡവന്മാരും. ധൃതരാഷ്ട്രൻ അതുപോലെ തന്നെ പാണ്ഡു രണ്ടുപേരും വ്യാസമഹർഷിയുടെ പുത്രന്മാരാണ്. അപ്പോൾ വ്യാസമഹർഷിയുടെ പേരക്കുട്ടികളാണ് ഈ പാണ്ഡവന്മാരും കൗരവന്മാരും. അപ്പോൾ അതിൽ വ്യാസമഹർഷി ഒരു കാഴ്ച കാണുകയാണ്. ധർമ്മത്തെ പരിപാലിച്ച പാണ്ഡവന്മാർക്ക് ജീവിതത്തിൽ വലിയതായിട്ടുള്ള വിജയമുണ്ടായി, അധർമ്മികളായിട്ടുള്ള കൗരവന്മാർ നശിച്ചു എന്നാണ്. അപ്പോൾ ധർമ്മത്തെ വേണം എന്തു ചെയ്യാൻ, പരിപാലനം ചെയ്യാൻ. ധർമ്മബോധമുള്ളവരായി ധർമ്മത്തെ പരിപാലിച്ച് ജീവിച്ചാൽ ആ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇൻ ദ ലോങ് ടേം
വലിയതായിട്ടുള്ള വിജയമുണ്ടാവും എന്ന വസ്തുത വ്യാസമഹർഷി സാധാരണക്കാരിൽ എത്തിക്കാനായിക്കൊണ്ട് മഹാഭാരതം രചിച്ചു. പക്ഷേ ആ മഹാഭാരതത്തിൻ്റേതായിട്ടുള്ള വ്യാപ്തം കൊണ്ട് പൊതുവെ ആളുകളത് ശ്രദ്ധിക്കില്ല, വായിച്ചു നോക്കില്ല. കാരണം ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. വലുതായിട്ടുള്ളൊരു പുസ്തകം കാണുമ്പോഴേക്കും നമ്മൾ പറയുക ഇത് മഹാഭാരതമാണ് എന്ന് പറഞ്ഞാൽ അത് വായിക്കേണ്ട, അത്ര വലുതാണ്, അതിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ള മട്ടാണ്. അപ്പം അങ്ങനെ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇനി ഏത് രീതിയിൽ ഈ സത്യത്തെ, ധർമ്മം അനുഷ്ഠിക്കണമെന്ന സത്യത്തെ, ധർമ്മബോധമുള്ളവരാണെന്ന സത്യത്തെ ഈ ലോകത്തിലേക്ക് എത്തിക്കും എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് നാരദ മഹർഷിയെ കാണാനിടയായത്. നാരദ മഹർഷി ഈ വ്യാസമഹർഷിയുടെ മുഖത്തെ കുതശ്ചിന്ത ആതുരൂഭവാൻ എന്നാണ്. അങ്ങനെ ചിന്ത കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ച് ഇരിക്കുന്നത് എന്നാണ്. ഉടനെ തന്നെ വ്യാസമഹർഷിയുടേതായി പറഞ്ഞു, അങ്ങ് തന്നെ അതിനൊരു ഉപാധി പറയൂ നാരദ മഹർഷി എന്ന്. അങ്ങക്ക് എൻ്റെ മനസ്സറിയാൻ പറ്റുന്നതാണല്ലോ, എൻ്റെ മനസ്സ്, യു ആർ ഏബിൾ ടു റീഡ് മൈ മൈൻഡ് അല്ലേ. അപ്പം അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഈ ധർമ്മത്തെ പറ്റിയൊക്കെ മഹാഭാരതത്തിൽ പറഞ്ഞാലും അതിൻ്റെ ഒരു മാതൃക സ്വരൂപം അങ്ങ് അവിടെ പറയുകയുണ്ടായില്ല. കാരണം ആളുകൾക്ക് മാതൃക ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ, ആ മാതൃകയെ അനുകരിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു മോഡൽ അത്യാവശ്യമാണ്. അങ്ങ് ഈ പറഞ്ഞതായിട്ടുള്ള മഹാഭാരതത്തിൽ അങ്ങനെ ഒരു മോഡലിനെ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് അങ്ങ് അവതരിപ്പിച്ചില്ല. അപ്പം അതുകൊണ്ട് ഭഗവാനെ മാതൃകയാക്കി വാസുദേവ മഹിമാഹി അനുവർണിത സമാധിന അനുസ്മര തദ്വിജേഷ്ഠിതം എന്നാണ്. വാസുദേവനതായ ശ്രീകൃഷ്ണ ഭഗവാനെ മാതൃകയാക്കിക്കൊണ്ട് ഈ ധർമ്മത്തെ അങ്ങ് വീണ്ടും രചിക്കൂ. അത് ഏതു വേണം? സമാധിനാനുസ്മര തദ്വിജി, സമാധി ഭാഷയിൽ വേണം എന്നാണ്. സമാധി ഭാഷ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് അതീതമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്. ശരീരവുമായിട്ട് നിൽക്കുന്ന കാഴ്ചപ്പാടൊക്കെ പരിമിതമാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ പരിമിതിയെ അതിക്രമിച്ചുകൊണ്ട് ഉള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് അങ്ങ് രചിക്കൂ ഈ എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ നാരദ മഹർഷിയുടെ അഭിപ്രായപ്രകാരം വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതം രചിച്ചു എന്നാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ രണ്ട് വശങ്ങളും കാണാം. ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഈ വ്യാസമഹർഷി. വ്യാസമഹർഷി ഈ ബ്രഹ്മസൂത്രം മുതലായ ജ്ഞാനഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ജ്ഞാനത്തിൻ്റെ തലത്തിലായിക്കൊണ്ട് വ്യാസമഹർഷിയുടെയും ഭക്തിയുടെ തലത്തിലായിക്കൊണ്ട് നാരദ മഹർഷിയുടെയും സമീപനങ്ങൾ രണ്ടും ഒന്നിച്ചു ചേർത്തിട്ടുള്ള ഒരു അവതരണ രീതിയാണ് ഈ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഭക്തിയാ ഭാഗവതം ജ്ഞേയം എന്നാണ്. നാരദ മഹർഷിയുടെ തലത്തിൽ പറയുമ്പോൾ ഭക്തിയോടുകൂടി ഈ ഭാഗവതത്തെ സമീപിക്കണം, ഭാഗവതത്തെ അറിയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ കൂടിയും ഈ ഭാഗവതത്തിൽ, അതായത് മനുഷ്യർ പൊതുവെ രണ്ട് തരത്തിലുള്ള ആളുകളാണ്, വിചാരജീവികളും വികാരജീവികളും. ഇപ്പോൾ വിചാരജീവികളായിട്ടുള്ള ആളുകൾക്ക് ജ്ഞാനത്തിൻ്റെ മാർഗവും വികാര ജീവികളായിട്ടുള്ള മനുഷ്യർക്ക് ഈ ഭക്തിയുടെ മാർഗവും. അങ്ങനെ നാരദ മഹർഷിയുടെയും വ്യാസമഹർഷിയുടെയും കാഴ്ചപ്പാടുകൾ ഒന്നിച്ച് സമ്മേളിച്ചിട്ടുള്ളതായ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതിൽ 12 സ്കന്ധങ്ങൾ, 335 അധ്യായങ്ങൾ. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം എഴുതാൻ വ്യാസമഹർഷിയെ പ്രേരിപ്പിച്ചത് നാരദ മഹർഷിയുടെ തന്നെ ജീവിതമാണ്. നാരദ മഹർഷി അവിടെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം തന്നെയാണ് ഈ സത്സംഗത്തിൽ കൂടിയ, സത്ചിന്തകളിൽ കൂടിയ വലുതായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ, പരിണാമം, വ്യക്തിത്വ വികാസം ഉണ്ടാവാനായിട്ട് സാധിക്കും എന്ന് അവിടെ നാരദ മഹർഷി സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം ജീവിതമാണ് അതിന് ഉദാഹരണമായിട്ട് നാരദ മഹർഷി പറയുന്നത്. അതായത് പൂർവ്വത്തിൽ നാരദ മഹർഷിയായിട്ട് അറിയുന്നതിന് മുമ്പ് ഒരു ദാസീപുത്രനായിട്ട് ജനിച്ചു എന്നാണ് ഈ നാരദ മഹർഷി. ദാസി എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സൗകര്യവുമില്ലാതെ ഏതെങ്കിലും വീടുകളിൽ ചെന്ന് ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് ജീവിക്കുന്ന ഒരു രീതി. അങ്ങനെ ആ ദാസീപുത്രനായിട്ട് ജനിച്ച സമയത്ത് അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അങ്ങനെ ആ അമ്മയാണ് ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഓരോ വീടുകളിൽ ജോലിക്ക് ചെന്ന് അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം ഈ കുട്ടിക്കും തനിക്ക് കൊടുത്ത് താനും കഴിച്ച് അങ്ങനെയായിരുന്നു അമ്മ ആ കുട്ടിയെ വളർത്തിയത്. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കുട്ടിയുമായിട്ടൊരു സന്യാസിമാർ ചാതുർമാസത്തിന് വന്നതായിട്ടുള്ള ഒരു ഗൃഹത്തിൽ വീട്ടിലെത്തിച്ചേർന്നു എന്നാണ്. ചാതുർമാസ്യം എന്ന് പറഞ്ഞാൽ 4 മാസം. പൂർവ്വകാലങ്ങളിലൊക്കെ ഈ മഴക്കാലം 4 മാസമായിരുന്നു. അതുകൊണ്ട് ഈ മഴക്കാലത്ത് സന്യാസിമാർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. സന്യാസി എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. സന്യാസിയുടെ
രീതി 3 ദിവസത്തിലധികം ഒരു സ്ഥലത്ത് താമസിക്കരുത് എന്നാണ്. കാരണം തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഒരു ഭാഗത്ത് നിന്നാൽ അവിടുത്തെ ചുറ്റുപാടുകൾ, അവിടുത്തെ ആളുകൾ, വസ്തുക്കൾ, അതിലോടൊക്കെ മനസ്സിന് താല്പര്യമുണ്ടാവും. അങ്ങനെ മനസ്സിന് താല്പര്യമുണ്ടാകുമ്പോൾ ഈശ്വരനിൽ നിന്ന് ആ താല്പര്യം മാറിപ്പോകും. അതുകൊണ്ട് സന്യാസി തുടർച്ചയായിട്ട് സഞ്ചരിക്കണം. പിന്നെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗുണമെന്താ? സഞ്ചരിക്കുന്ന സമയത്ത് തിരിച്ചറിവുണ്ടാകും. തൻ്റേതായ നിത്യകാര്യങ്ങളൊക്കെ, ആഹാരവും കിടപ്പും മുതലായ കാര്യങ്ങളൊക്കെ ഭഗവാനാണ് തനിക്ക് അനുവദിച്ചു തരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവും ഉണ്ടാകും. അതുകൊണ്ട് പൂർവ്വകാലങ്ങളിലൊക്കെ സന്യാസിമാർ സഞ്ചരിച്ചിരുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് 4 മാസം സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഈ 4 മാസം ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഒരാശ്രമം വെച്ചിട്ടോ, ഒരാശ്രമം കിട്ടിയോ, അല്ലെങ്കിൽ ശുദ്ധഗൃഹങ്ങളിലൊക്കെ ആയിട്ട് താമസിച്ചിരുന്നു. അങ്ങനെയാണ് കേരളത്തിലും ഈ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ പൂർവ്വകാലങ്ങളിൽ സന്യാസിച്ചേവടി അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ താമസിക്കാനായിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സന്യാസികൾക്ക് താമസിക്കാനുള്ളതായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു കാരണം ശിവനാണ് സന്യാസത്തിൻ്റെ പ്രതീകം, വൈരാഗ്യത്തിൻ്റെ പ്രതീകം. അതുകൊണ്ട് ശിവക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഗോസായി ചാവടി എന്നൊക്കെയാണ് പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിൽ ഇത് അറിഞ്ഞിരുന്നത്. ഗോസായിമാരെ എന്ന് അവരെ പറഞ്ഞിരുന്നു. അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സന്യാസിമാർ, അവർക്ക് താമസിക്കാനായിട്ട്. ഇന്നിപ്പോൾ അതൊക്കെ സ്റ്റോർ റൂമായിട്ട് തീർന്നു. ഈ മഹാദേവ ക്ഷേത്രത്തിലും അങ്ങനെയുള്ളതായിട്ടുള്ള ഗോസായി ചാവടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 മാസം ഒരു ഭാഗത്ത് താമസിക്കാനായിക്കൊണ്ട് സന്യാസിമാർ ഒരു ഗൃഹത്തിൽ വന്നിരുന്നു. അവിടെയാണ് ഈ ദാസിപുത്രന് 5 വയസ്സായ ദാസിപുത്രനും ദാസിയും ജോലിക്കായിട്ട് ചെന്നത്. അങ്ങനെ അവിടെയുള്ളതായിട്ടുള്ള സന്യാസിമാരുമായിട്ടുള്ള സഹവാസം കൊണ്ട്, കാരണം ഈ 5 വയസ്സ് പ്രായമായ കുട്ടിയോട് ആ ഗൃഹനാഥൻ ഈ സന്യാസിമാരുടെ അടുത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞു. കാരണം ഈ കുട്ടികളാവുമ്പോൾ അവരെപ്പോഴും എന്തെങ്കിലും ചെയ്ത് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ അവരതിൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഈ സന്യാസിമാരെ ശ്രദ്ധിച്ച് നിൽക്കൂ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉടനെ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഈ 5 വയസ്സായ കുട്ടിയെ സന്യാസിമാരുടെ അടുത്ത് നിർത്തി. അങ്ങനെ 4 മാസം ഈ സന്യാസിമാരുമായിട്ടുള്ള സംഗമം കൊണ്ട്, സത്സംഗം കൊണ്ട് ഈ നാരദൻ്റെ ഈ കുട്ടിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദത്തിൻ്റെ അനുഭൂതി ഉണ്ടായെന്നാണ്. അങ്ങനെയാണ് ഈ ആനന്ദ അനുഭൂതി സമ്പർക്കത്തിൽ കൂടെ വരുന്നതാണ്. ഒരു വ്യക്തി ആനന്ദതുളിതനായിട്ടുള്ള ആനന്ദാനുഭൂതിയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിന്ന് ആ വ്യക്തിയുടെ ആനന്ദ അനുഭൂതിയുള്ള വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വേറൊരു മനസ്സിലേക്ക് പകർന്നു കിട്ടുന്നതാണ്. മനസ്സിൻ്റെ ഭാഷയാണ്. അപ്പം അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും വേണ്ട ഈ സമ്പർക്ക അനുഭൂതിക്ക്. അതുകൊണ്ട് ഇവിടെ 5 വയസ്സായ ഈ നാരദന് എന്തെന്നില്ലാത്ത ആനന്ദമായി സന്യാസിമാർ ചാതുർമാസം കഴിഞ്ഞ് പോകാൻ തയ്യാറായപ്പോൾ ചോദിച്ചു, ഈ കുട്ടി ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ എന്ന്. അപ്പോഴാണ് സന്യാസിമാരെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ കുട്ടിക്ക് അമ്മയുണ്ട്. ആ അമ്മ ജീവിക്കുന്നത് തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടുപോകരുത്, ആ അമ്മയ്ക്ക് ദുഃഖമാവും, വിഷമമാവും. അതുകൊണ്ട് ആ സന്യാസിമാർ ഈ 5 വയസ്സായ ഈ കുട്ടിക്ക് ഒരു മന്ത്രത്തെ ഉപദേശിച്ചു എന്നാണ്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഈ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകമായിട്ട് വരും. ഈ ശ്ലോകം ജപിച്ചാൽ പൂർണ്ണമായിട്ട് വ്യക്തിത്വത്തിന് വ്യത്യാസമുണ്ടാവും എന്നാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ ഈസ് പോസിബിൾ എന്നാണ്. ചതുർവ്യൂഹ മന്ത്രം എന്നാണ് ഇത് പറയുക. അതിനെപ്പറ്റി ഇനി കൂടുതൽ ഏകാദശ സ്കന്ധത്തിലെത്തുമ്പോൾ പറയാം. അപ്പോൾ ഈ മന്ത്രം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഈ മന്ത്രം ജപിക്കൂ, അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവും, ഭഗവാന്റേതായിട്ടുള്ള അനുഭൂതി ഉണ്ടാവും. അങ്ങനെ ഈ നാരദൻ ഈ സന്യാസിമാർ പോയതിനു ശേഷം എപ്പോഴൊക്കെ സമയം കിട്ടുന്ന ആ സമയത്തൊക്കെ ഈ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. കാരണം അങ്ങനെയുള്ള അനുഭൂതിയുള്ള ഒരാളിൽ നിന്ന് മന്ത്രം കിട്ടുമ്പോൾ ആ മന്ത്രം കിട്ടിയ ആൾക്കും ഒരു അനുഭൂതിയായിട്ട് ഇന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന്, മന്ത്രോപാസനയുള്ള ഒരാളിൽ നിന്ന് വേണം, മന്ത്രസാക്ഷാത്കാരമുള്ള ഒരാളിൽ നിന്ന് ആ മന്ത്രം കിട്ടുമ്പോൾ നമ്മുടെ ജീവന് അത് അനുഷ്ഠിക്കാൻ, ഫോളോ ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തി അതിൽ തന്നെ നിക്ഷിപ്തമാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ
ഈ മന്ത്രം ജപിച്ച് ഒരു ദിവസം ഈ നാരദ മഹർഷിയുടെ അമ്മ മരിച്ചുപോയി എന്നാണ്. നാരദ മഹർഷിയല്ല, ആ കുട്ടി, നാരദൻ്റെ മഹർഷിയാവുന്നതിന് പൂർവ്വജന്മത്തിലുള്ള ആ കുട്ടി പശുവിനെ കറക്കാനായിട്ട് പോയ സമയത്ത് പാമ്പ് കടിച്ച് അമ്മ മരിച്ചു. അതോടുകൂടി അവിടെ നാരദൻ പറയുന്നുണ്ട്, അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുത്തരാം, ഞാനത് അനുഗ്രഹമായിട്ട് കണ്ടു എൻ്റെ ഉയർന്ന ജീവിതത്തിലേക്ക് എന്ന്. കാരണം ഈ ഭഗവാനെ ഭജിച്ച് ഭഗവത് നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്ന് ഓർമ്മപ്പെടുത്തും, ആഹാരം കഴിച്ചില്ല, കുളിച്ചില്ല, നീ എവിടെ ഉണ്ണി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്ന് മാത്രമല്ല, അമ്മ മരിച്ചപ്പോഴാണ് ഈ ഉണ്ണിക്ക് പൂർണ്ണബോധമുണ്ടായത്, ഈശ്വരനാണ് തൻ്റെ ആശ്രയമെന്ന്. അതുപോലത്തെ അമ്മയാണ് ആശ്രയമെന്ന് കരുതി. അതുകൊണ്ട് അനുഗ്രഹമായിട്ട് കണ്ടു. കൂടുതൽ ആ ഭഗവാനിൽ ലയിച്ച് അങ്ങനെ ഭഗവാന്റേതായിട്ടുള്ള അനുഭൂതി ഉണ്ടായി. പക്ഷേ അത് നിലനിന്നില്ല, ദുഃഖമായി, വിഷമമായി. അപ്പം അശരീരിയായിട്ട് നാരദർ കേട്ടു, നാരദരാവാൻ പോകുന്നതായിട്ടുള്ള ആ കുട്ടി കേട്ടു, ഈ ശരീരത്തിൽ അങ്ങയ്ക്ക് ഇനി ഈ അനുഭൂതിക്ക് സാധ്യതയില്ല, അടുത്ത ജന്മത്തിൽ എപ്പോഴും ഭഗവാന്റെ അനുഭൂതിയിൽ ജീവിക്കുന്ന ഒരു ജീവിത രീതി അങ്ങയ്ക്ക് ലഭ്യമാവും എന്ന്. അങ്ങനെ പ്രായമായ സമയത്ത് ആ നാരദനായിട്ട് പിന്നെ വന്നതായിട്ടുള്ള ആ വ്യക്തി തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. തടിൽ സൗധാമിനീയത, ശരീരം ഉപേക്ഷിച്ച രീതിയൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മിന്നൽ പിണർ സംഭവിക്കുന്നത്, അതുപോലെ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ മാറിപ്പോയി എന്നാണ്. പിന്നീടാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ട് ജനിച്ച് നാരദനായിട്ട് അറിയപ്പെടുന്നത്. നാരദൻ എന്ന വാക്കിന് അർത്ഥം നാരം ദദാതി ഇതി നാരദ എന്നാണ്. മോക്ഷത്തെ പറഞ്ഞു തരുന്നവൻ അല്ലെങ്കിൽ അറിവിനെ പറഞ്ഞു തരുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള നാരദ മഹർഷി തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, തൻ്റെ ഈ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ പരിണാമത്തിന്, ഇത്രയും മഹത്തായ ഉയർന്ന ഒരു വ്യക്തിത്വത്തിലെത്താൻ കാരണം ഈ സത്സംഗമാണ്, ഭഗവാന്റെ നാമമാണ്, ഭഗവാന്റെ മന്ത്രമാണ്. ആ അനുഭൂതി കൊണ്ടാണ് പറയുന്നത്. ആളുകളിൽ തീർച്ചയായിട്ടും ഈ ഭാഗവതത്തിന് ശ്രേയസ്കരമായ ഉത്തമമായിട്ടുള്ള മാറ്റമുണ്ടാക്കാനായിട്ട് സാധിക്കും, ഐശ്വര്യമുണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് നാരദ മഹർഷി ഉണ്ടായിരുന്നു. ആ ഉറപ്പിൻ്റെ മുകളിൽ പിന്നീട് വ്യാസമഹർഷി ഈ ഭാഗവതത്തെ രചിച്ചു. ഈ ഭാഗവതത്തിലെ ആരംഭം അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നാണ് തുടക്കത്തിലുള്ള കഥാഭാഗങ്ങൾ പറയുന്നത്. ഈ ഭാഗവതത്തിൽ കുറേ സംഭവങ്ങളുണ്ട്, ഇൻസിഡൻസ് എന്ന് പറയും. അതിൽ പലതും ചരിത്രപരമാണ്, ചിലതൊക്കെ യോജിപ്പിക്കാൻ വേണ്ടി സാങ്കല്പികമാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കുറേ സ്തുതികളുണ്ട്, സ്തുതികളും സ്തോത്രങ്ങളും. സ്തുതികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഋഗ്വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് സ്തുതികൾ. സ്തോത്രങ്ങൾ യജുർവേദത്തിൻ്റെ തലത്തിലുള്ളതാണ്. ഇല്ലേ, നാരായണീയം ഒക്കെ ഒരു സ്തോത്രമാണ്. അതിൽ അവസാനത്തിൽ പറയുന്നുണ്ടോ, ഏതൽ സ്തോത്ര സഹസ്രോത്തരമധികതരം തുൽപ്രസാദായ ഭൂയാൽ എന്നവിടെ സ്തോത്രമാണ് ഇത് എന്നും ഭട്ടതിരിപ്പാട് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം സ്തോത്രങ്ങൾക്ക് ഛന്ദസ്സിൻ്റെ ആവശ്യമില്ല, ഋഷിയുടെ ആവശ്യമില്ല. സ്തുതികളിലൊക്കെ ഛന്ദസ്സും ഋഷിയും പ്രധാനമാണ്, ദേവതയും ഒക്കെ പ്രധാനമാണ് എന്ന് പറയും. എന്തായാലും ഇവിടെ എങ്ങനെ ഭാഗവതത്തിൽ കുറേ സംഭവങ്ങൾ, സ്തുതികൾ, സ്തോത്രങ്ങൾ, പിന്നെ ഗീതങ്ങൾ, ഗോപികാഗീതം, യുഗളഗീതം, ഭിക്ഷുഗീത, ഐളഗീത, ഇങ്ങനെ ആയിക്കൊണ്ട് കപിലഗീത, ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ട് ഗീതങ്ങൾ, അതിന് പുറമെ ഉപദേശങ്ങൾ, ഉദ്ധവോപദേശം മുതലായതൊക്കെ. അപ്പം അങ്ങനെ ഈ 5 വസ്തുതകൾ ചേർന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. അപ്പം ഇത് 5ൻ്റെ സമ്മേളനമായിട്ട് ശ്രീമദ് ഭാഗവതത്തെ കാണാം. അതിൽ ഈ ചരിത്രപരമായ സംഭവങ്ങൾ, സാങ്കല്പികമായ സംഭവങ്ങളൊക്കെ വളരെ ഫിസിക്കലാണ്, വളരെ സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സ്ഥൂലത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് അത് ആ രീതിയിലാവാം. കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് മനസ്സിൻ്റെ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങുമ്പോൾ സ്തുതികളിലും സ്തോത്രങ്ങളിലുമൊക്കെ ആ ഭക്തിരസത്തോടു കൂടി ആ തീവ്രത, ആ ഭക്തിയുടെ അനുഭൂതി അത് നിർമ്മിച്ച ആ സ്തോത്രത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ആ സ്തുതികൾ, സ്തോത്രങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് എന്തുണ്ട്, ആ ഭക്തി ഭാവം നമുക്ക് അനുഭവവിദ്യമായിട്ട് തീരും. അല്ലേ, യൊന്ത് പ്രവിശ്യമവാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വദാംനാം അന്യാം സഹസ്രചരണശ്രവണത്വഗാദിൻ പ്രാണം നമോ ഭഗവതേ പുരുഷായ തുഭ്യം
പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധ്രുവൻ്റെ സ്തുതി ചതുർത്ഥ സ്കന്ധത്തിൽ ധ്രുവൻ്റെ സ്തുതിയിൽ ആദ്യത്തെ സ്തോത്രം. ആ സ്തുതി കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ ആ ഭക്തിഭാവം ഉണ്ടാവും. ബ്രഹ്മാദയസുരഗണാമുനയോദ സിദ്ധ സത്വൈകദാനമദയോ വജസംപ്രവാഹൈ നാരാദിദം പുരുഗുണൈരതുനാവിപിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. ഈ പ്രഹ്ലാദൻ്റെ സ്തുതി 7ാമത്തെ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലായി കൊണ്ടുവരുന്ന പ്രഹ്ലാദ സ്തുതി. ഇത് ഈ സ്തുതികൾക്കൊക്കെ മഹത്വം ആ ഭക്തിയുടെ അനുഭൂതി നമ്മളിലേക്ക് എത്തിക്കാൻ കഴിവുണ്ട്. ആ സ്തുതികൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അത് അർത്ഥമറിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിർവൃതി വേറെ തന്നെയാണ്. അപ്പം അത് മനസ്സിൻ്റെ തലത്തിൽ, വികാരത്തിൻ്റെ തലത്തിൽ ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സ്തുതികൾക്ക് സാധിക്കും. മറ്റേത് പിന്നീട് വരുന്നതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ വിചാരത്തിൻ്റെ തലത്തിൽ ഈശ്വരനുമായിട്ട് സംബന്ധമുണ്ട്. ഉദ്ധവോപദേശം, നിമീ നവയോഗി സംവാദം, ഹംസഗീത എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് വിചാരപരമായിട്ട്, ബുദ്ധിപരമായിട്ട് ഭഗവാനുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ ഭാഗവതം ഇങ്ങനെ ആരംഭിക്കുന്നത് ഈ ചരിത്രപരമായ സംഭവങ്ങളിൽ കൂടെയാണ്. അങ്ങനെ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധക്കളത്തിൽ വെച്ചാണ് തുടങ്ങുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞ സമയം മുതൽ കുരുക്ഷേത്ര യുദ്ധം തീരുമാനിച്ച സമയത്ത് കൗരവന്മാരും പാണ്ഡവന്മാരും ഭഗവാന്റെ സഹായത്തിനായിട്ട് ചെന്ന് അഭ്യർത്ഥിച്ചു എന്നാണ്. ഭഗവാൻ രണ്ടുപേരെയും സഹായിക്കാൻ തയ്യാറായി. ഭഗവാന് പക്ഷങ്ങളൊന്നുമില്ല, ഇടതുപക്ഷമോ വലതുപക്ഷമോ അങ്ങനെയൊന്നും ഭഗവാനില്ല. ഭഗവാൻ രണ്ടു പക്ഷത്തെയും സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഒരു കൂട്ടർക്കായിക്കൊണ്ട് എൻ്റെ ആയുധങ്ങൾ എടുക്കാം, പിന്നെ ഒരു കൂട്ടരോടൊപ്പം ഞാൻ വരാം സ്വയം. പക്ഷെ ഞാൻ ആയുധങ്ങൾ എടുക്കില്ല, യുദ്ധം ചെയ്യില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തു വേണമെന്ന്. ഇപ്പോൾ ബുദ്ധിമാനായ ദുര്യോധനൻ കരുതി ഒരു യുദ്ധം ചെയ്യിക്കുന്നത് ആയുധങ്ങളെ കൊണ്ടാണ്, അല്ലാതെ ഒരു വ്യക്തി വന്നു നിന്നതുകൊണ്ടല്ല. ആയുധവും സൈന്യവുമാണ് പ്രധാന യുദ്ധത്തിന്. അതുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, ഈ ശ്രീകൃഷ്ണ നിൻ്റെ ആയുധങ്ങൾ തന്നാൽ മതി എന്ന്. എന്നാൽ അർജുനനാണെങ്കിലോ ഭഗവാനെ തന്നെ സ്വീകരിച്ചു. അർജുനൻ പറഞ്ഞു, ഒരു യുദ്ധം ചെയ്യിക്കുന്നത് ആത്മധൈര്യം കൊണ്ടാണ്. ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആത്മധൈര്യത്തെ തരും, അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഞങ്ങളൊപ്പം വരേണ്ടത്, അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണം എന്ന്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരുടെ പക്ഷത്ത് ചെന്നു. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ കൗരവന്മാരുടെ അടുത്ത് 11 അക്ഷൗഹിണി പടയുണ്ടായിരുന്നു. പാണ്ഡവന്മാരുടെ അടുത്ത് 7 അക്ഷൗഹിണി പടയുണ്ടായിരുന്നുള്ളൂ. കൗരവന്മാരിൽ അടുത്ത് മഹാരഥന്മാരായ വലിയ ശക്തന്മാരായ യോദ്ധാക്കൾ, ജയിക്കാൻ ആർക്കും പറ്റാത്തതായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ഭീഷ്മര്, ദ്രോണര് മുതലായവരൊക്കെ കൗരവപക്ഷത്തായിരുന്നു. പക്ഷേ യുദ്ധം കഴിഞ്ഞ സമയത്ത് പാണ്ഡവന്മാരാണ് ജയിച്ചത്. കാരണം എന്തുകൊണ്ടാണ്? ആ ഭഗവാന്റെ സാന്നിധ്യം. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലും ഈ ഭഗവത് സാന്നിധ്യം ഉണ്ടാവാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അത് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് ഭഗവത് സാന്നിധ്യത്തിന് നിത്യമായിട്ട് തന്നെ, അത് നാമജപമായിട്ടോ ധ്യാനമായിട്ടോ ക്ഷേത്ര ദർശനമായിട്ടോ സദ്ഗ്രന്ഥങ്ങളുടെ പാരായണമായിട്ടോ എപ്പോഴും ഈ ഈശ്വര അത് നിത്യമായിട്ട് വേണം, ഒരു ദിവസവും മുടങ്ങാതെ വേണം. ആ രീതിയിൽ ഈശ്വര സേവ വേണമെന്നാണ്. അങ്ങനെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൗരവന്മാരൊക്കെ കൊല്ലപ്പെട്ടു. ദുര്യോധനനാണെങ്കിലോ ആ ഭീമസേനൻ്റെ ഗത കൊണ്ടുള്ള അടികൊണ്ട് കാലൊക്കെ പൊളിഞ്ഞ് അങ്ങനെ കിടക്കുന്നൊരു കിടപ്പാണ്. കഴുകന്മാർ ദുര്യോധനനെ ശവമാണ് എന്ന് കരുതി കൊത്താനായിട്ട് വരുന്നുണ്ട്. ആ കഴുകന്മാരെ അറ്റിവിടാൻ പോലും ആ ദുര്യോധനന് കഴിയുന്നില്ല. അങ്ങനെയുള്ള ആ ദുര്യോധനൻ്റെ കിടപ്പ് കണ്ട് അമ്മയായ ദുര്യോധനൻ്റെ അമ്മയായ ഗാന്ധാരി ദേവി പോലും അവിടെ പറയുന്നുണ്ട്, നീ മകനെ ദുര്യോധന നിന്നുടെ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും പട്ടുകിടക്കമേലെ കിടക്കേണ്ടുന്ന നീ പെട്ടുകിടക്കുമാറായിതോ ചോരയിൽ എന്ന്. അപ്പം അവിടെ പറഞ്ഞ വസ്തുത ഈ ഭഗവാന്റേതായിട്ടുള്ള സാന്നിധ്യം കൗരവന്മാരെ ജയിച്ചു. ഈ ദുര്യോധനൻ്റെ കിടപ്പ് കണ്ടപ്പോൾ അശ്വത്ഥമാവിന് എന്തെന്നില്ലാത്തതായിട്ടുള്ള ദുഃഖമായി, വിഷമമായി. ഏതെങ്കിലും വിധത്തിൽ ദുര്യോധനനെ സന്തോഷിപ്പിക്കണമെന്ന് കരുതി അശ്വത്ഥമാവ് പാണ്ഡവർക്കെതിരെ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചു എന്നാണ്. ഒരു യുദ്ധക്കളത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ബ്രഹ്മാസ്ത്രം യുദ്ധമൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ അശ്വത്ഥമാവ് പാണ്ഡവരെ വധിക്കാനായിട്ട് പ്രയോഗിച്ചു. ആ സമയത്ത് പാണ്ഡവർ, അർജുനൻ
ആ ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമഭയം കരാം ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംശ്രുതേ ത്വമാദ്യ പുരുഷ പ്രകൃതേ. അവിടെ പറയാണ്, ഭഗവാനെ അങ്ങ് തന്നെ വേണം ഞങ്ങളെ രക്ഷിക്കാൻ, വേറെ ആരുമില്ല എന്നുള്ള അർജുനൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ അർജുനനോട് പ്രത്യപകർഷിതം അതിന് എതിരായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തിനെ അടക്കാനുള്ളതായിട്ടുള്ള അസ്ത്രത്തെ ഉപയോഗിക്കാനായിട്ട് ഉപദേശിച്ചു. അങ്ങനെ അർജുനൻ ആ പാണ്ഡവന്മാരെ ആ അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു. അശ്വത്ഥമാവിന് പ്രതികാര ശക്തി ബുദ്ധി കൂടി. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ദ്രൗപദിയുടെ 5 കുട്ടികളെ വെട്ടിക്കൊന്നു എന്നാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ കൂടാരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടികളെ വെട്ടിക്കൊന്നു. അതറിഞ്ഞ സമയത്ത് അർജുനൻ അശ്വത്ഥമാവിനെ ഓടിച്ചിട്ട് പിടിച്ച കൈകാലുകളൊക്കെ കെട്ടി ദ്രൗപദിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തി പറഞ്ഞു, ദ്രൗപദി, ഞാനിതാ ഇവനെ വെട്ടിക്കൊല്ലാനായിട്ട് പോകുന്നു, നീ ആദേശം തരൂ എന്ന്. അപ്പോൾ ദ്രൗപദി പറഞ്ഞത് എന്താ? മുച്യതാമേഷ ബ്രാഹ്മണോ നിതരം ഗുരു. ഈ അർജുന അഴിച്ചുവിടൂ, ഇത് ബ്രാഹ്മണനാണ്, ഇദ്ദേഹം ഗുരുവിൻ്റെ പുത്രനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കരുത്, ബ്രഹ്മഹത്യാപാപം ഉണ്ടാവും. അങ്ങനെയുള്ളതായിട്ടുള്ള ദ്രൗപദിയുടെ ധർമ്മബോധം. ഭീമസേനൻ പറഞ്ഞു, ആതതായി വധാർഹണ, വധിക്ക തന്നെ വേണം, കുട്ടിയെ കൊന്നവനാണ്. അർജുനന് വിഷമത്തിലായി, എന്തു വേണം എന്ന് ഭഗവാനോട് ചോദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, രണ്ടും ചെയ്യും. ദ്രൗപദി പറഞ്ഞ അഴിച്ചുവിടൂ എന്നതും ചെയ്യൂ, ഭീമസേനൻ പറഞ്ഞ വധിക്കൂ എന്ന് പറഞ്ഞതും ചെയ്യും. അപ്പോൾ ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ ആ കാലഘട്ടത്തിൽ അവഹേളിച്ചാൽ, അപമാനിച്ചാൽ അവർക്ക് വധം പോലെയാണ്. അതുകൊണ്ട് അർജുനൻ ഈ അശ്വത്ഥമാവിൻ്റെ തലയിലുള്ളതായിട്ടുള്ള രത്നത്തെ മുറിച്ചെടുത്ത് അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടു എന്ന്. അപ്പോൾ വീണ്ടും അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രത്തെ ഉത്തരാദേവിയുടെ ഗർഭം നശിപ്പിക്കാനായിട്ട് അയച്ചു. ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത്തായിട്ട് ജനിക്കാൻ പോകുന്നതായിട്ടുള്ള കുഞ്ഞ് ഗർഭസ്ഥ ശിശുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ നേരെ ഒരു അസ്ത്രം ചീറിപ്പാഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ ആ ഉത്തരാദേവി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. പാഹി പാഹി മഹായോഗിം ദേവദേവാ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യോ പരസ്പരം അഭിദ്രവതി മാമീശാ ശരത്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാദാ മാമേ ഗർഭോ നിപാത്യതാം. പാഹി പാഹി മഹായോഗിം ദേവദേവാ ജഗത്പതേ. പറയാണ്, ഈ ഭഗവാനെ അങ്ങ് തന്നെ വേണം എന്നെ രക്ഷിക്കാൻ, ബാക്കി ആളുകളൊക്കെ മരണത്തിന് അടിമപ്പെട്ടവരാണ്, അവർക്ക് രക്ഷിക്കാൻ വയ്യ എന്നുള്ള ഉത്തരാദേവിയുടെ പ്രാർത്ഥന കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ ചെന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചു. അങ്ങനെ ആ ഉത്തരാദേവി അനുഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി. കുരുക്ഷേത്ര യുദ്ധത്തിന് വന്നതാണ് ഭഗവാൻ, കുറേ ദിവസമായി. ഇനി സന്ദേശ് രാജ്യമായ ദ്വാരകയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അവിടെ കുന്തിദേവി വന്ന് വീണ് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ആ കുന്തിസ്തുതി മുതലായ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇപ്പോൾ ഭഗവാന്റേതായിട്ടുള്ള ഒരു കീർത്തനം ചൊല്ലി നമ്മൾ നിർത്തുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂർ വാഴും രാധാവല്ലഭ കരുണാവാരിതേ മുകിൽ വർണ്ണ മുരഹരാമധുമുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മനതാരിയിലെന്നും മധുരമായി നിന്റെ മണിവേണു ഗാനം കേൾക്കേണം. അണിവാകച്ചാർത്തിൽ തെളിയും കാന്തിയിൽ കനിപോലും മോകം കാണേണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമീദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. ഹരി ഓം.